ഇപ്പോഴും സിംഗിളാണോ? കല്യാണം കഴിക്കുന്നില്ലേ? എന്താ പ്രശ്നം? ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ കേട്ട് മടുത്ത് ജീവിക്കുന്ന ഒരു സിംഗിൾ മനുഷ്യനാണോ നിങ്ങൾ? ഇന്ന് സിംഗിളായി തുടരുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമല്ല, അതൊരു വലിയ കാര്യമല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നിങ്ങളുടെ പ്രായം 28 ആണെങ്കിലും 38 ആണെങ്കിലും കല്യാണം കഴിക്കുന്നില്ലേ? സിംഗിളായിട്ടാണോ നിൽക്കുന്നത്? സെറ്റിലാകാൻ താല്പര്യമില്ലേ? എന്നൊക്കെ കേട്ട് മടുത്ത് അവർക്ക് ഉത്തരം പറഞ്ഞു മടുത്ത് ജീവിക്കുന്ന സിംഗിൾ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാർ സിംഗിളായിട്ട് ജീവിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്? അത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭയമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ ഉള്ളതുകൊണ്ടല്ല, അവരുടെ ജീവിതത്തിൽ അവർ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട്, ഇന്നത്തെ ചെറുപ്പക്കാർ സെറ്റിലാവുക എന്നുള്ളത് ഒരു പഴഞ്ചൻ സംസ്കാരമായിട്ട് കാണുന്നു. സെറ്റിൽ ഡൗൺ ആകുക എന്നുള്ളത് ഒരു വലിയ സംഭവമായിട്ട് കരുതിയിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് അതൊരു പഴഞ്ചൻ സംസ്കാരമാണ്. ആ ഓരോ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഓരോ വ്യക്തിയുമാണ്. അതൊരു സാമൂഹികമായ തെരഞ്ഞെടുപ്പല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ടാകാം. അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണം, അവരുടെ പുതിയ പുതിയ കാഴ്ചപ്പാടുകളും കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങളുമൊക്കെ ഇപ്രകാരം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമതായിട്ട്, ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഈ സിംഗിൾ ജീവിതം തിരഞ്ഞെടുക്കുന്നവർക്ക് പറ്റിയ ആളെ കിട്ടാത്തത് കൊണ്ടാണ് എന്നുള്ളത് ഒരു തെറ്റായ സങ്കല്പമാണ്. പലതരത്തിലുള്ള പഠനങ്ങളും ആർട്ടിക്കിളുകളും ഒക്കെ ഞാൻ റെഫർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. സിംഗിൾ ജീവിതം ഒരു ചോയ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നവർക്ക് അവർ അപ്രകാരം ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അവർക്ക് ആളെ കിട്ടാത്തത് കൊണ്ടല്ല. അവർക്ക് ആള് ലഭ്യമാണ്, പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരൊരു പ്രത്യേകമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രധാനപ്പെട്ട വാല്യൂസ് ഞാൻ നൽകുന്ന ഒരുപക്ഷെ സ്വാതന്ത്ര്യമാവാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് നടക്കുന്നതിനെക്കുറിച്ചുള്ളതാവാം, അല്ലെങ്കിൽ എൻ്റെ കരിയറിനെക്കുറിച്ചുള്ള ചിന്തകളാവാം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള വീക്ഷണം കൊണ്ടാവാം. ഇപ്രകാരം ഒരു പ്രത്യേകമായ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ഒന്നാമത്തെ തെറ്റിദ്ധാരണ, തനിക്ക് പറ്റിയ ആളെ കിട്ടാത്തത് കൊണ്ടാണ് ഒരു വ്യക്തി സിംഗിൾ ലൈഫ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ മാറേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇക്കൂട്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്: വിവാഹം എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമല്ല, അതൊരു ജീവിതശൈലിയുടെ തിരഞ്ഞെടുപ്പ് മാത്രമാണ് ഈ വിവാഹം എന്നുള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കണോ അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ഒരാളുടെ കൂടെ ജീവിക്കണോ എന്നുള്ളത് ഒരു ജീവിതശൈലിയുടെ തിരഞ്ഞെടുപ്പാണ്. രണ്ടു പേരും ജീവിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടു കൂട്ടരും ജീവിക്കുന്നത് ജീവിതമാണ്. ചിലർ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ചിലർ വിവാഹം കഴിച്ച് ജീവിക്കുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവാം, വിവാഹം കഴിച്ച് ജീവിക്കുന്നവർക്ക് അവരുടേതായ കാരണങ്ങളും ഉണ്ടാവാം. ഈ രണ്ട് കാരണങ്ങളെയും രണ്ടു കൂട്ടരെയും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പുതുതലമുറ നമ്മളെ ഓർമ്മിക്കുകയാണ്. ഇനി നമ്മൾ പറയേണ്ടത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു വൈരുദ്ധ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഒരു പ്രത്യേക ക്രമമുണ്ട്. ഒരു നല്ല വിദ്യാഭ്യാസം നേടുക, അതിനുശേഷം നല്ലൊരു ജോലി നേടുക, അതിനുശേഷം ഒരു വിവാഹം കഴിക്കുക. അപ്പോൾ ഇതൊരു ക്രമമാണ്. ഒന്ന് തീരുന്നതനുസരിച്ച് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആ ക്രമം എല്ലാവരും പാലിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ചിലർക്ക് അവരുടെ കരിയർ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലർ വിവാഹം വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ കാരണം അവരുടെ സ്വന്തം കുടുംബജീവിതത്തിൽ അവർ അനുഭവിച്ച ദുരവസ്ഥ കൊണ്ട് അപ്രകാരം ഒരു ദുരനുഭവത്തിലേക്ക് പോകാനായിട്ട് അവർക്ക് താല്പര്യമില്ല. ചില ആളുകൾ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അവർ ബഹുമാനിക്കുന്നു. ആരോടും ഉത്തരവാദിത്വവും കടപ്പാടും ഇല്ലാതെ ജീവിക്കാനായിട്ട് കഴിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് അവർ കണക്കാക്കുന്നു. ചിലർക്ക് കുടുംബജീവിതവും അതിൻ്റെ പ്രാരാബ്ദങ്ങളും വലിയ ഭാരമായിട്ട് അനുഭവപ്പെടുന്നു. മക്കൾക്ക് ജന്മം നൽകുക, അവരെ വളർത്തുക എന്നുള്ളതൊക്കെ വലിയ ഉത്തരവാദിത്വമായിട്ടും അതിന് തനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ അപ്രകാരം ഒരു ചോയ്സ് നടത്താനായിട്ട് താല്പര്യമില്ല എന്ന് ഒരു വ്യക്തി തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്രകാരം ഒരു സിംഗിൾ ലൈഫിലേക്ക് പല ചെറുപ്പക്കാരും ഇന്ന് നടന്നു നീങ്ങുന്നത്. ഇതൊരു നല്ല ലക്ഷണമാണ്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇന്നതൊക്കെയാണ് വേണ്ടത്, എൻ്റെ ജീവിതശൈലി ഇങ്ങനെയാണ് എന്ന് ഒരു വ്യക്തിക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി സിംഗിളായിട്ട് ജീവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അറിയാൻ വേണ്ടി ഞാനൊന്ന് ബ്രൗസ് ചെയ്തപ്പോൾ ചില കാരണങ്ങൾ കണ്ടെത്തി. അതിലൊന്നാമത്തെ കാരണം എന്നുള്ളത് ഓട്ടോണമിയാണ്, സ്വാതന്ത്ര്യമാണ്. സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാനും അത് മുൻപോട്ട് കൊണ്ടുപോകാനുമുള്ള സ്വാതന്ത്ര്യവും അപ്രകാരമുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള അവസരങ്ങളും അതിനുള്ള സാധ്യതകളുമാണ് ഇപ്രകാരം തീരുമാനമെടുക്കാനായിട്ട് ചെറുപ്പക്കാരെ സഹായിക്കുന്നത്. ആരോടും വിശദീകരണം പറയാതെ, ആർക്കും കണക്ക് കൊടുക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോവുക, അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. രണ്ടാമത്തേത്, ഒരുതരം സുഖപ്പെടുത്തൽ, ഒരുതരം ഹീലിംഗ് അനുഭവം അവർക്കുണ്ടാവുന്നുണ്ട്. പല ചെറുപ്പക്കാരും അവരുടെ ജീവിതത്തിൽ
അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ മാതാപിതാക്കളുടെ കുടുംബജീവിതം കണ്ട് അതിൻ്റെ ദുരനുഭവത്തിലൂടെ കടന്നുപോയി ഇപ്രകാരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് പാടില്ല എന്ന് അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു. അപ്രകാരമുള്ള ഒരു അവസ്ഥയെ വേണ്ട എന്ന് വയ്ക്കുന്നു. സോ ദേ ആർ ചൂസിങ് ഫോർ എ ഹീലിംഗ് ഇൻ ദെയർ പേഴ്സണൽ ലൈഫ് ആൻഡ് ദെയർ ഫ്യൂച്ചർ ലൈഫ്. അപ്രകാരം തീരുമാനമെടുക്കുന്ന ആളുകളും ഇന്ന് കൂടി വരുന്നു എന്നുള്ളതും വാസ്തവമാണ്. ഇനി ചില ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ അവർക്കൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. ചില ആളുകൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ടുള്ള താല്പര്യം, ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലോകം മുഴുവൻ ട്രാവൽ ചെയ്യാനായിട്ട്, ഇങ്ങനെ ചിലതരം താല്പര്യങ്ങളുള്ളതിൻ്റെ പേരിൽ അവർ ഇൻഡിവിജ്വലായിട്ട് ജീവിക്കാനും അതുപോലെ വിവാഹം വേണ്ട എന്ന് വെച്ച് അപ്രകാരമുള്ളൊരു ജീവിതത്തിലേക്ക് നീങ്ങാനും അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും വാസ്തവമാണ്. നാലാമതൊരു കാരണം ഞാൻ കണ്ടത് ഇതാണ്: ദേ ആർ ചൂസിങ് ഫോർ പീസ്. അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനം വേണം. ആരുടെയും ഇടപെടൽ അവരുടെ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല എന്നുള്ളൊരു വ്യക്തിപരമായ ചോയ്സ് അവർ നടത്തുന്നത് കൊണ്ട് ഈ വിവാഹ ജീവിതം വേണ്ട, സിംഗിളായിട്ട് ജീവിച്ചാൽ മതി എന്ന് തീരുമാനമെടുക്കുന്ന ചെറുപ്പക്കാർ അനവധിയാണ് എന്ന് പഠനങ്ങൾ കാണിക്കുകയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ ഒരു ക്ലയൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്നോട് എൻ്റെ ആൾക്കാരെല്ലാം പറയുന്നത്, എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ പറയുന്നത്, വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത് എന്ന് പറയുന്നത് ഒരുതരം അപൂർണതയാണ് എന്നാണ്. പക്ഷേ എനിക്കൊരു നല്ല ജോലിയുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങി. ആ ഫ്ലാറ്റ് വാങ്ങിയിട്ട് അത് എനിക്കിഷ്ടമുള്ള രീതിയിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് ഞാൻ അതിനകത്ത് വേണ്ട സാധനങ്ങളൊക്കെ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് അതിനെ മനോഹരമായി വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിന് എനിക്കൊരു തൃപ്തി അനുഭവപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്: എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് കഴിയും. ഇപ്രകാരം ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വേറൊരു വ്യക്തിയെ എനിക്കിഷ്ടമില്ലാതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം നൽകേണ്ടതായിട്ടുള്ള ഒരു അനുഭവം വരും. അതെൻ്റെ ജീവിതശൈലിയെ ബാധിക്കും. അത് ഞങ്ങൾ തമ്മിലുള്ള അസ്വസ്ഥതയായിട്ട് മാറും. സമാധാനവും സന്തോഷവും നഷ്ടപ്പെടും. അതുകൊണ്ട് എനിക്ക് ഇൻഡിവിജ്വലായിട്ട് ജീവിക്കുന്നതാണ് ഇഷ്ടം എന്ന് നമുക്കതിന് കുറ്റം പറയാനായിട്ട് കഴിയുമോ? അതൊരു തെരഞ്ഞെടുപ്പല്ലേ? അതുകൊണ്ട് സിംഗിളായിട്ട് ജീവിക്കുന്നവരെ കുറിച്ച് നമ്മൾ കുറ്റം പറയുന്നതിന് പകരം നമ്മൾ അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിവാഹം എന്നത് മോശമല്ല. വിവാഹ ജീവിതം എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്. രണ്ട് ആളുകൾ ഒരുമിച്ച് അവരുടെ ജീവിതത്തെ ഒരേ ലക്ഷ്യമായി കണ്ടുകൊണ്ട് ഒന്നിച്ചധ്വാനിച്ച് ഒരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ എല്ലാവർക്കും അത് സാധ്യമാവണമെന്നില്ല. അത് സാധ്യമാവില്ല എന്നൊരാളുടെ മനസ്സ് പറഞ്ഞ് ആ സ്വരത്തിന് പ്രാധാന്യം നൽകി അവർ അപ്രകാരം ഒരു ഇൻഡിവിജ്വൽ ലൈഫ് തിരഞ്ഞെടുക്കുന്നതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അപ്രകാരമാണ് പല പഠനങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത്. വിവാഹം എന്നുള്ളത് ഒരാളുടെ ചോയ്സാണ്. അവരുടെ ജീവിത ശൈലിയിലേക്ക് അവർ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്രകാരം വിവാഹ ജീവിതം താല്പര്യമില്ലാത്തവർക്ക് പലതരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ വളർത്തിയെടുക്കാനും അതിനുള്ള ജീവിതം ഉണ്ടാക്കിയെടുക്കാനായിട്ടുമുള്ള സാധ്യതകളുള്ള ഒരു ലോകത്താണ് നമ്മൾ ഇന്നുള്ളത്. സമൂഹം എന്നുള്ള രീതിയിൽ ഉപേക്ഷിക്കേണ്ടത് വിവാഹം എല്ലാവരും കഴിക്കേണ്ട ഒന്നാണ് എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് എന്ന് തോന്നുകയാണ്. ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും ബഹുമാനിക്കാനും അവരുടെ തെരഞ്ഞെടുപ്പുകളെ അംഗീകരിക്കാനും തുടങ്ങുമ്പോഴാണ് ആരോഗ്യകരമായിട്ടുള്ളൊരു സമൂഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് എല്ലാ പഠനങ്ങളും നമ്മൾക്ക് കാണിച്ചു തരിക. അവസാനമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, ഇപ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തുന്നവരെ ബഹുമാനിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്ന് തോന്നുന്നു. ഈ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. പല ആളുകളും ചോദിക്കാറുണ്ട്, ഇപ്രകാരം പ്രായം എത്തിക്കഴിയുമ്പോൾ, ഒറ്റയ്ക്കായി കഴിയുമ്പോൾ അതൊരു വലിയ ദുരവസ്ഥയിലേക്ക് എത്തില്ലേ? എന്നാൽ നമ്മൾ മാറി ചിന്തിക്കേണ്ടതായിട്ടില്ലേ എന്നുള്ളൊരു മറുചോദ്യമാണ് അവിടെ ഉള്ളത്. ഇനിയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്ക് പാരൻസിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവരെ നോക്കാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടം ആണോ എന്നുള്ളത് സംശയാസ്പദമാണ്. മക്കൾക്ക് അവരുടേതായ ജീവിതവും ജോലിയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ജീവിക്കാനായിട്ട് കഴിയൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് സമൂഹം മാറിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മക്കൾ മാതാപിതാക്കളെ നോക്കണം, അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള പിടിവാശി ഉപേക്ഷിച്ചിട്ട് ഒരു റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ഉതകുന്ന ഒരു സാമൂഹിക രീതിയും അതിനുള്ള സംവിധാനങ്ങളും ഒരു സിവിലൈസേഷൻ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. ആരെയും കുറ്റം പറയാനായിട്ട് കഴിയില്ല. കാരണം എത്ര മക്കൾക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ട് ജോലിയും അവരുടെ സാധ്യതകളും ഭാവിയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പാരൻസിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ജീവിതം എത്തിക്കാനായിട്ട് കഴിയും? അതൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ അങ്ങനെ സാധിക്കുന്ന അവസ്ഥയുള്ളവർ അപ്രകാരം ചെയ്യുക. അങ്ങനെ പറ്റാത്തവർ അവരുടേതായ തെരഞ്ഞെടുപ്പുകളിൽ ഓരോ കുടുംബവും അവരുടേതായ തെരഞ്ഞെടുപ്പുകൾ നടത്തുക. അതിനെ വിധിക്കാതിരിക്കുക. അവരുടെ തെരഞ്ഞെടുപ്പുകളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. അതാണ് ഒരു സിവിലൈസേഷൻ, നല്ല കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളത് എൻ്റെ ഒരു വീക്ഷണമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള മറ്റൊന്ന് കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.